ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ കളിക്കാനുള്ള കേരളത്തിന്റെ മോഹം പൂവണിയുമോ? ഒരു ദിവസവും 3 വിക്കറ്റും കയ്യിലുള്ള ഗുജറാത്തിന് 28 റൺസ് നേടുന്നതെന്ന് തടഞ്ഞാൽ കേരളത്തിന് സ്വപ്ന നേട്ടം കൈവരിക്കാം. 4 ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ ഗുജറാത്ത് ഒന്നാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എന്ന നിലയിലാണ്. 4 ദിവസം പൂർത്തിയായിട്ടും ഇരു ടീമുകൾക്കും രണ്ടാം ഇന്നിംഗ്സിലേക്ക് കടക്കാനായിട്ടില്ല. മത്സരം സമനില അവസാനിക്കുമെന്ന് ഉറപ്പാണ്. അതിനാൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടുന്ന ടീമായിരിക്കും ഫൈനലിലേക്ക് യോഗ്യത നേടുക. സ്കോർ: കേരളം 487, ഗുജറാത്ത് 7-ന് 429. കേരളം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്ന് ഇതേ ആനുകൂല്യത്തിലാണ് സെമിയിലെത്തിയത്. ജമ്മു കാശ്മീരിനെതിരായ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ 1 റൺസ് ലീഡിന്റെ ബലത്തിലായിരുന്നു കേരളം സെമി ഫൈനലിലെത്തിയത്. ഗുജറാത്തിന് വേണ്ടി 6ാം നമ്പറിലെത്തിയ ജയ്മീത് പട്ടേലാണ് പൊരുതി നിൽക്കുന്നത്. 161 പന്തിൽ 74 റൺസുമായി അദ്ദേഹം വിജയത്തിലേക്ക് ടീമിനെ അടുപ്പിക്കുകയാണ്. 9ാമനായ സിദ്ധാർത്ഥ് ദേശായി 24 നോട്ട് ഔട്ട് കൂട്ടിനുണ്ട്. പ്രിയങ്ക് പാഞ്ചാൽ നേടിയ 148 റൺസ് ആണ് ഗുജറാത്തിന് കരുത്തായി മാറിയത്. രണ്ടാം സെമിയിലാകട്ടെ മുംബൈയും വിദർഭയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. നാളെ 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 7 വിക്കറ്റ് ശേഷിക്കെ മുംബൈക്ക് വിജയിക്കാൻ 323 റൺസ് കൂടി വേണം. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.